യേശുവിൽ പ്രിയമുള്ളവരെ, ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിലെ ചില പ്രസക്ത ഭാഗങ്ങളെക്കുറിച്ചാണ്. നമ്മൾ കേട്ടിരിക്കുന്ന വചനങ്ങളുടെ വ്യാഖ്യാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചിന്തകൾ എൻ്റെ മനസ്സിൽ ഉണ്ട്. അത് നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാൻ മറക്കരുതേ. ഇതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഈ ആത്മായനായ ഞാൻ ബൈബിളിനെ കുറിച്ചൊക്കെ ആധികാരികമായി പറയുവാൻ യോഗ്യത എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എങ്കിലും നിങ്ങൾ കേട്ടു നോക്കൂ, എന്താണ് പറയുന്നത്, അത് ശരിയാണോ, സത്യമാണോ, നമ്മൾ കേട്ടിരിക്കുന്നത് വ്യത്യസ്തമാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മുടെ നൊയമ്പ് തുടങ്ങിയല്ലോ. നൊയമ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടു. നമ്മൾ അനുതാപത്തിലേക്ക് വരേണ്ട ഒരു സമയമാണ് ഈ നൊയമ്പ് കാലം. അപ്പോൾ നമുക്ക് അതിനോട് ബന്ധപ്പെട്ട ഒരു ചിന്ത തന്നെ നമുക്കിന്ന് നോക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവാക്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുവാനായി, അല്ലെങ്കിൽ ഈ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ബൈബിൾ വായിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നിലവിൽ കേട്ടിരിക്കുന്ന അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമ്മൾ ഒന്ന് പറയും. അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിലുള്ള വ്യത്യസ്തമായുള്ള ചിന്തകൾ ഞാൻ പറയുന്നു. അപ്പോൾ നിങ്ങൾ അത് ശ്രവിക്കുക. അത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുവാൻ മറക്കരുതേ. മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാനും മറക്കരുതേ. അപ്പോൾ എനിക്കത് ഒരു പ്രോത്സാഹനമായിരിക്കും എന്നുകൂടി ഞാൻ പറയുന്നു. അപ്പോൾ ആദ്യമേ നമുക്ക് ബൈബിൾ വായന തുടങ്ങാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഫരിസേയരിൽ നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ യേശുവിൻ്റെ അടുത്തു വന്ന് പറഞ്ഞു, ഗുരു, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഗുരുവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ അങ്ങ് ചെയ്യുന്ന ഈ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിച്ചാലല്ലാതെ ഒരുവനും ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. നിക്കോദേമസ് ചോദിച്ചു, പ്രായമായൊരു മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് ജനിക്കുവാൻ അവന് സാധിക്കുമോ? യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചാലല്ലാതെ ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നതോ ആത്മാവും. ഞാൻ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിസ്മയിക്കേണ്ട. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിച്ച ഏവനും. ഇതാണ് ബൈബിൾ വായന. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ മാമോദീസയെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞാൽ ജലം, അഗ്നി, കാറ്റ്, പ്രാവ് എന്നതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളായിട്ടാണ് നമ്മുടെ സഭയിലും നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തരത്തിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളാണ് ജലവും ആത്മാവും. അവന് 2 തരത്തിൽ മാറ്റി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, രണ്ടും ഒന്ന് തന്നെ. അതിനുവേണ്ടിയാണ് നമ്മൾ മാമോദീസ മുങ്ങുന്നത്. അപ്പോൾ തന്നെ തൈലാഭിഷേകവും നടത്തുന്നുണ്ട് ആത്മാവിൻ്റെ പ്രതീകമായിട്ട് തന്നെ. അങ്ങനെയൊക്കെയാണ് നമ്മൾ നിലവിൽ കേട്ടിരിക്കുന്ന ഒരു കാര്യം. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഓരോ വാക്യങ്ങളും എടുത്ത് തന്നെ ഒരു വിശദീകരണം നടത്തുക എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വാചകം, യഹൂദരിൽ നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വാചകത്തിൽ നമുക്ക് എന്തെല്ലാം കിട്ടും? യഹൂദർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ചിലപ്പോഴൊക്കെ ഇവിടെ പറയാറുണ്ട്, പട്ടരിൽ പൊട്ടനില്ല, ഒള്ളേ പൊട്ടൻ മജിസ്ട്രേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞ ഒരു ചൊല്ലുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മെയിൻ ചിന്താഗതി, ലോകത്തിലെ ഒരുവിധം കണ്ടുപിടുത്തങ്ങളെല്ലാം കണ്ടുപിടിച്ചേക്കുന്നത്, ഒരു പകുതിയിൽ കൂടുതലും കണ്ടുപിടിച്ചത് യഹൂദന്മാരാണ്, അല്ലെങ്കിൽ യഹൂദ ജീനുകളിൽ പെട്ടവരാണ്. ഇപ്പോൾ ഐൻസ്റ്റീൻ്റെ കാര്യമായാലും അങ്ങനെ പലവരും. അപ്പോൾ അവരാണ് യഹൂദർ. അവരിൽ പല ജാതികളുണ്ട്. ഫരിസേയരുണ്ട്, നിയമജ്ഞരുണ്ട്, സദുക്കായരുണ്ട്, പിന്നെ പ്രീശന്മാരോ അങ്ങനെ 1-2 ജാതിക്കാരുമുണ്ട്, അത് വ്യക്തം എനിക്കില്ല. അപ്പോൾ നിലവിൽ ഒന്നിലധികം ജാതിക്കാരുണ്ട്. അതിൽ പ്രാധാന്യമുള്ള ഒരു ടീമാണ്, ഉന്നത കുല ജാതിയാണ് ഫരിസേയർ. അപ്പോൾ യഹൂദരിൽ
നിക്കോദേമോസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ യഹൂദനാണ്, യഹൂദിൽ പ്രധാനിയാണ്, പ്രധാന ജാതിയുള്ളവനാണ്. അപ്പോൾ അതാണ് ഫരിസേയൻ. ആ ഫരിസേയനിലെ പ്രധാനിയാണ് അവൻ. അവന് നിയമം അറിയാവുന്നവനാണ്. അതെന്ന് പറയുന്നത് യഹൂദരിൽ ഫരിസേയരിൽ നിക്കോദേമസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. ആ പ്രമാണങ്ങൾ അറിയാവുന്നവനാണ്. പ്രമാണങ്ങൾ അറിയാവുന്ന പറഞ്ഞാൽ പ്രമാണം, നിയമം അറിയാവുന്നവൻ. അപ്പോൾ അവനാണ് പ്രമാണി. അപ്പോൾ നമ്മുടെ നിലവിൽ ഇന്നത്തെ അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ജഡ്ജി നിയമങ്ങൾ അറിഞ്ഞ് അതിനെതിരെ ഒരു സമൂഹത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ നിയമം അറിഞ്ഞ് അതിനെ പരിഹരിക്കുന്നവൻ ആണ് പ്രമാണി എന്ന് പറയുന്നവൻ. നിലവിൽ ഇപ്പോൾ ഒരു ജഡ്ജി എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കോടതിയെ സമീപിക്കുന്നു. അതിൽ ജഡ്ജി അതിൽ നമുക്ക് ഒരു പ്രശ്ന പരിഹാരം നേടിത്തരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഉള്ള ടീമാണ്. അപ്പോൾ അതിലൊരാളാണ് ഈ പറഞ്ഞ നിക്കോദേമോസ്. അപ്പോൾ ആ ഒരു ഭാഗം കറക്റ്റായല്ലോ. ഇനി ഒരു സെക്കൻഡിൽ പറഞ്ഞാൽ നിക്കോദേമോസ് പേരായ യഹൂദ പ്രമാണിയും അവൻ രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അവൻ രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് വരാൻ കാരണം എന്തായിരുന്നു? യഹൂദരിൽ ഒരു അലിഖിത നിയമമുണ്ടായിരുന്നു. യേശുവിന് ശേഷം, യേശു ജനിച്ചതിന് ശേഷം യേശുവിനെ ദൈവമായി ആരെങ്കിലും പരസ്യമായി അംഗീകരിക്കുകയാണെങ്കിൽ അവനെ സിനഗോഗിൽ നിന്നും പുറത്താക്കണം എന്നുള്ള ഒരു അലിഖിത നിയമം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിക്കോദേമോസ് രാത്രിയിൽ മറ്റാരും കാണാതെ രാത്രിയിൽ യേശുവിനെ കാണുവാനായി വന്നത് എന്ന് വേണം കരുതുവാനായിട്ട്. അപ്പോൾ യേശുവിനെ രാത്രിയിൽ കാണുവാൻ വന്നു. അവൻ യേശുവിനോട് പറയുകയാണ്, ഗുരു അങ്ങ് ഗുരു എന്ന് ആദ്യം പറയണില്ല, ഫസ്റ്റ് തന്നെ അങ്ങ് ദൈവത്തിൽ നിന്നും വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ അങ്ങ് ചെയ്യുന്ന ഈ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന്. അപ്പോൾ അവൻ ഇവിടെ യേശുവിനെ ഒരു അവതാരമായി, ദൈവത്തിൽ നിന്ന് വന്ന ഒരു അവതാരമായി അവൻ അംഗീകരിക്കുന്നു. മറ്റുള്ളവരും അത് ആ ചിന്തയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം അവൻ പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവർ മനസ്സിലാക്കിയെങ്കിലും മറ്റുള്ളവർ അതിനെ യേശുവിനെ ഒരു ദൈവപുരുഷനായി അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വന്ന ഒരു അവതാരമായി അംഗീകരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. പക്ഷേ നിക്കോദേമോസ് അത് അംഗീകരിക്കുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത്, അങ്ങ് ദൈവത്തിൽ നിന്നും വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നും വന്നൊരു ഗുരുവാണ് ഞങ്ങൾ. ദൈവം കൂടെയില്ലെങ്കിൽ അങ്ങ് ചെയ്യുന്ന ഈ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കുകയില്ല. അങ്ങ് ചെയ്യുന്ന ഈ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇതിനു മുൻപ് ഒരു 4 പ്രവൃത്തികളാണ് യേശു ചെയ്തിട്ടുള്ളത്. വചനത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നിരുന്നത്. ഒന്ന്, സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട്, എനിക്കും ഇവനെ അറിയില്ലായിരുന്നു. ജലം കൊണ്ട് സ്നാനപ്പെടുത്തുവാൻ ആര് എന്നോട് നിർദ്ദേശിച്ചുവോ അവൻ പറഞ്ഞു, ആത്മാവ് ആരുടെ മേൽ ഇറങ്ങി വരുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തുന്നവൻ എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അത് ഞാൻ കാണുകയും അത് ഞാൻ വിശ്വസിക്കുകയും നിങ്ങളോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ യേശു ദൈവപുത്രനാണെന്ന് ആദ്യമായി സ്നാപക യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. രണ്ടാമത് പീലിപ്പോസ് നമ്മുടെ ശിഷ്യനായ പീലിപ്പോസ് നഥാനിയേലിനെ ശിഷ്യനാക്കുവാനായിട്ട് അവനോട് പറയുന്നുണ്ട്. അപ്പോൾ നഥാനിയേൽ യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ യേശു പറയുകയാണ്, പീലിപ്പോസ് നിന്നോട് പറയുന്നതിന് മുൻപേ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നീ ഇരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ നഥാനിയേലിന് ആകെ ഒരു വിസ്മയം. കാരണം ആ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ അവൻ ഇരിക്കുമ്പോൾ ആരും ആ പരിസരത്ത് ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് യേശു പറയുന്നത്, ആ സമയത്തല്ല, ആ പൊസിഷനിൽ യേശു പറയുകയാണ്, നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നത് പോലും ഞാൻ കണ്ടിരുന്നു എന്ന്. അപ്പോൾ അതൊരു ദൈവിക ദർശനമാണെന്ന് നഥാനിയേലിന് മനസ്സിലായി. അവൻ പറയുകയാണ്, ഗുരു അങ്ങ് ഒരു ദൈവിക പുരുഷനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് നഥാനിയേൽ പറഞ്ഞു. അപ്പോൾ 2ആയി. അപ്പോൾ മൂന്നാമത് കാനായിലെ വിവാഹം വരുന്നു. കാനായിലെ വിവാഹ വിരുന്നിൽ ചെയ്ത അത്ഭുതം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പിന്നെ 4ആമത് ഉള്ള കാര്യമാണ് യേശു ദേവാലയ ശുദ്ധീകരണം. ദേവാലയത്തിൽ ചെന്ന് അവിടെ ആടുകളെയും പ്രാവുകളെയും നാണയമാറ്റക്കാരെയും എല്ലാവരെയും ഓടിച്ചിട്ട് അവൻ പറയുകയാണ്, ഇത് ദൈവത്തിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, ഇവിടെ കച്ചവട സ്ഥലമാക്കരുത് എന്ന് പറഞ്ഞ് എല്ലാവരെയും ചാട്ടവാറ കൊണ്ട് അടിച്ചോടിക്കുന്നു. ഇതെല്ലാം കണ്ട് അവിടുത്തെ പ്രമാണികളെല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. ഇവന് ഇതൊക്കെ ചെയ്യാൻ ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ അവർ അന്തം വിട്ട് നിൽക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ടും വളരെയധികം പേർ അവനിൽ വിശ്വസിച്ചു. കാരണം ഇത്രയും ആധികാരികമായും തീക്ഷ്ണതയോടും കൂടി ദേവാലയത്തിനുള്ളിൽ കടന്നു ചെന്ന് അവരെയൊക്കെ ആട്ടി ഓടിക്കണമെങ്കിൽ അത്രയും ശക്തമായ ഒരു ആത്മീയ പവർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്.
അപ്പോൾ അവിടെ യേശു നിക്കോദെമോസിനോട് പറയുകയാണ്, ജലത്താലും അല്ലില്ല ഫസ്റ്റ് പറയുന്നത് വീണ്ടും ജനിച്ചാലല്ലാതെ ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന്. അപ്പോൾ ഇത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയത്ത് അത് ഒന്നും കൂടി നല്ല വ്യക്തമായിട്ട് പറയാം. അപ്പോൾ നിക്കോദെമോസ് ചോദിക്കുകയാണ്, പ്രായമായൊരു മനുഷ്യൻ ഇത് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് ജനിക്കുവാൻ അവന് സാധിക്കുമോ എന്ന്. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുന്നത് എത്ര അഗാധ പാണ്ഡിത്യമുള്ളവനാണ് ഈ നിക്കോദെമോസ്. എങ്കിൽ പോലും അവന് ഒരു ചോദ്യം അവിടെ വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു ചോദ്യം വന്നപ്പോൾ അതിനെ പ്രതികരിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ക്രിയാത്മകമായിട്ട് അതിന് വർത്തിക്കുവാനായിട്ട് അവന് സാധിച്ചില്ല. കാരണം ആ ഒരു ചോദ്യത്തിൻ്റെ, അല്ലെങ്കിൽ യേശു ഒരു കാര്യം പറഞ്ഞു, അതിനെതിരെ അവന് അറിയില്ല, അല്ലെങ്കിൽ സംശയം പറയാണ്, അവൻ അറിയില്ല എന്ന് പറയാണ്. കാരണം യേശു പറഞ്ഞത് ബാഹ്യമായൊരു അർത്ഥത്തിലല്ല, ആന്തരികമായൊരു അർത്ഥത്തിലാണ് യേശു പറഞ്ഞത്. അത് മനസ്സിലാക്കുവാനായിട്ട് അവന് സാധിച്ചില്ല. കാരണം ഇത് നമ്മളോട് പറയുന്നത് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ആ ചിന്തിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മറുപടി പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എത്ര പാണ്ഡിത്യമുള്ളവനാണെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ തെറ്റുകൾ സംഭവിക്കാം. ഈ നിക്കോദെമോസിന് പറ്റിയതുപോലെ തന്നെ തെറ്റുകൾ നമുക്ക് സംഭവിക്കാം എന്ന് നമ്മളോട് പറയുന്നൊരു ഭാഗമാണിത്. ഓക്കെ, അപ്പോൾ നിക്കോദെമോസ് വന്നിട്ട് പറയുകയാണ്, പ്രായമായൊരു മനുഷ്യൻ ഇത് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് ജനിക്കുവാൻ അവന് കഴിയുമോ എന്ന്. ഒരു ബാലിശമായ ചോദ്യം. ഇത്രയും അഗാധ പാണ്ഡിത്യമുള്ളവനാണ് കേട്ടോ, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അവനും തെറ്റുകൾ സംഭവിക്കുന്നത് എങ്ങനെ? അവൻ പ്രായോഗിക തലത്തിൽ അവൻ ചിന്തിക്കാതെ പെട്ടെന്ന് ഉത്തരം പറഞ്ഞതിൻ്റെ ഫലമായിട്ട് സംഭവിച്ച കേസാണ് അത്. അപ്പോൾ യേശു പറയുകയാണ്, മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നു ഇല്ലില്ല, അതിന് മുമ്പ് ഒരു ഭാഗമുണ്ട്. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും കണ്ടൻ്റായ ഭാഗം. ഈ ഒരു ഭാഗമാണ് സുവിശേഷത്തിലെ എല്ലാ അത്ഭുതങ്ങളുടെയും അടിസ്ഥാനം. ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് സുവിശേഷം തന്നെ പോകുന്നത്. അത് ഇത്രയും പ്രാധാന്യമുള്ള ഒരു ഭാഗങ്ങളിൽ ഒന്നാണ് ഈ സുവിശേഷത്തിലെ ഈ ഒരു ഭാഗം, ഏത് ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക എന്നുള്ളത്. പക്ഷേ അതിൻ്റെ പ്രാധാന്യം പലപ്പോഴും നമുക്ക് അത്രയും പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് തോന്നിച്ചിട്ടില്ല. ഇത് കാരണം എന്താ, ഇതിൻ്റെ വിശദീകരണം അത്രയും വ്യക്തമായി നമുക്ക് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെയെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം. എന്താണ് ജലം, എന്താണ് ആത്മാവ്? ഇത് അറിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ എത്രത്തോളം ഇതിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ജലം, പ്രകാശം, അഗ്നി, ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പ്രകാശത്തിൻ്റെ ഒരു നിർവചനം നമുക്ക് എടുക്കാം. ഒരു ബിന്ദുവിൽ നിന്നും പോകുന്ന അതിസൂക്ഷ്മവും വളരെ ചെറുത്, അദൃശ്യവും, മനുഷ്യനേത്രങ്ങളാൽ കാണുവാൻ സാധിക്കാത്തത്, മറ്റുള്ള ഒരു പക്ഷേ പരുന്തിനോ അല്ലെങ്കിൽ മറ്റുള്ള ജീവികൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും, മനുഷ്യനേത്രങ്ങളാൽ കാണുവാൻ സാധിക്കാത്തത്. അപ്പോൾ അതിസൂക്ഷ്മവും അദൃശ്യവും പരിപൂർണ ഇലാസ്തികതയുമുള്ള, പരിപൂർണ്ണ എന്ന് പറഞ്ഞാൽ ഇലാസ്തികത എന്ന് പറഞ്ഞാൽ വലിച്ചാൽ വലിയും, വിട്ടുകഴിഞ്ഞാൽ പൂർവ്വ അവസ്ഥയിലാകും. പരിപൂർണ ഇലാസ്തികതയുമുള്ള ഗോളാകൃതിയുള്ള, ഭൂമിയുടെ ആകൃതി, ഗോളാകൃതിയുള്ള കണികളുടെ പ്രവാഹമാണ്, ഒഴുക്കാണ് പ്രകാശം. ക്ലിയർ ആയല്ലോ? ഒരു ബിന്ദുവിൽ നിന്നും പ്രവഹിക്കുന്ന അതിസൂക്ഷ്മവും അദൃശ്യവും പരിപൂർണ ഇലാസ്തികതയുമുള്ള ഗോളാകൃതിയുള്ള കണികളുടെ പ്രവാഹമാണ് പ്രകാശം. ഇതാണ് പ്രകാശത്തിന് നിർവചനം. ഇതുപോലെ തന്നെ ജലത്തിനും ഒരു നിർവചനമുണ്ട്. എന്താണത്? 0 ഡിഗ്രി നമ്മൾ ജലത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിരിക്കുന്നത് ജലം കഴുകി ശുദ്ധീകരിക്കുന്നു, അങ്ങനെ ഒഴുകുന്ന അതാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. അല്ലെങ്കിൽ H2O എന്ന് പറഞ്ഞാൽ അതിൻ്റെ കെമിസ്ട്രിയാണ്. സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രിയിലെ രാസനാമമാണ് H2O എന്ന് പറഞ്ഞാൽ ജലം. അപ്പോൾ ഇതിൻ്റെ ഒരു നിർവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഐസാകുന്നതും 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ആവിയാകുന്നതുമായ ഒരു പദാർത്ഥമാണ് ജലം. ഈ ഒരു അവസ്ഥകളിൽ മാറ്റപ്പെടുന്ന 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഐസാകുന്നതും 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ആവിയാകുന്നതുമായ വേറൊരു പദാർത്ഥമില്ല. ഈ പദാർത്ഥത്തിന് പറയുന്ന പേരാണ് ജലം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ജലം മാറ്റപ്പെടുവാൻ ആഗ്രഹിക്കുന്നു, എന്നാലോ സ്വയമേ മാറുവാനായിട്ട് ജലത്തിന് സാധിക്കുകയുമില്ല. അപ്പം മാറ്റപ്പെടുവാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ സ്വന്തമായി അവന് ഈ ജലത്തിന് മാറുവാൻ സാധിക്കില്ല. അവന് പുറത്തു നിന്നും ഒരു ഫോഴ്സ് കിട്ടണം.
പുറത്തുനിന്ന് ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ജലത്തിന് പിന്നെ മാറാതിരിക്കുവാനും സാധിക്കില്ല. അപ്പോൾ അതിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ അതിന് ഐസ് എന്ന അവസ്ഥയിലേക്ക് മാറാതിരിക്കാൻ അതിന് ആ ജലത്തിന് സാധിക്കുകയില്ല. അത് മാറണ്ട എന്ന് വിചാരിച്ചാൽ പോലും അത് മാറിയിരിക്കും. അതുപോലെ തന്നെ ചൂടാക്കിയാൽ ആവി എന്ന അവസ്ഥയിലേക്ക് അത് മാറ്റപ്പെടും. അത് ജലം വിചാരിക്കണം, ഞാൻ മാറുന്നില്ല, എല്ലാം ചൂടാക്കിയാൽ ഞാൻ മാറുന്നില്ല എന്ന് വെച്ചാൽ സാധിക്കില്ല. കാരണം എന്താ, അത് മാറിയിരിക്കണം. അതാണ് ജലത്തിൻ്റെ സ്വഭാവം, ജലത്തിൻ്റെ ആ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പം മാറ്റപ്പെടുവാനുള്ളൊരവസ്ഥ ഇതാണ് ജലം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ചെയ്ത് പറയാം. സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട്, ഞാൻ ജലത്താൽ നിങ്ങളെ സ്നാനപ്പെടുത്തുവാൻ വന്നിരിക്കുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ ആത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തുമെന്ന്. അപ്പോൾ സ്നാപക യോഹന്നാൻ എങ്ങനെ നമ്മളെ ജലത്താൽ സ്നാനപ്പെടുത്തി? സ്നാപക യോഹന്നാൻ വചനം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് വചനത്തിലൂടെ പറഞ്ഞുകൊണ്ട്, അത് ആ വചനം കേട്ടപ്പോൾ ഓരോരുത്തരും നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തെറ്റായിരുന്നു എന്നുള്ള ചിന്താഗതി അവരിൽ ഉണ്ടായി. എങ്ങനെ? ഈ സ്നാപക യോഹന്നാൻ പറഞ്ഞ വചനം കേട്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റായിരുന്നു എന്നുള്ള തിരിച്ചറിവ് എനിക്ക് നൽകി. ആ തിരിച്ചറിവാണ് സ്നാപക യോഹന്നാൻ കൊടുത്ത ഒരു സ്നാനം എന്ന് പറയുന്നത്, ജലത്താലുള്ള ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ തിരിച്ചറിവിലേക്ക്, അപ്പോൾ മാറ്റപ്പെടുവാനുള്ളൊരവസ്ഥയിലേക്ക് സ്നാപക യോഹന്നാൻ നമ്മളെ എത്തിച്ചു. കറക്റ്റ് ഭാഗം കൊണ്ടത് മാറ്റപ്പെടുവാനുള്ളൊരവസ്ഥയിലേക്ക്, ജലത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് സ്നാപക യോഹന്നാൻ നമ്മളെ എത്തിക്കുന്നു. അപ്പോൾ സ്നാപക യോഹന്നാൻ പറയുന്നത്, ഞാൻ ജലത്താൽ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നു, ജലത്തിൻ്റെ അവസ്ഥയിലേക്ക്, മാറ്റപ്പെടുവാനുള്ളൊരവസ്ഥയിലേക്ക് ഞാൻ നിങ്ങളെ എത്തിക്കുന്നു. എൻ്റെ പിന്നാലെ വരുന്നവനാണ് ആത്മാവിനാൽ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നതെന്ന്. അപ്പോൾ ആത്മാവിനാൽ സ്നാനപ്പെടുന്നവരാണ് യേശു. കാര്യം ക്ലിയർ ആയില്ലേ? അപ്പോൾ ജലത്താലും, യേശു പറയുന്നു, ജലത്താലും ആത്മാവിനാലും നിങ്ങൾ സ്നാനപ്പെടണമെന്ന്. അപ്പോൾ ജലത്തിൻ്റെ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ആത്മാവിനെ യേശു നൽകും. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ആത്മാവിനെ ലഭിക്കുന്നില്ല? നമ്മൾ ജലത്തിൻ്റെ അവസ്ഥയിലല്ല എന്ന് പറഞ്ഞാൽ മാറ്റപ്പെടുവാനുള്ള ഒരു അവസ്ഥയിലല്ല നമ്മുടെ മനസ്സ്. അതുകൊണ്ടാണ് നമുക്ക് ആത്മാവിനെ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു കല്ലിൻ്റെ ഒരു അവസ്ഥയിലാണ്. ഒരു കല്ലിനെ 100 ഡിഗ്രിയോ 1000 ഡിഗ്രിയോ ചൂടാക്കിയാലും അത് കല്ലിൻ്റെ അവസ്ഥയിൽ തന്നെയായിരിക്കും. അതിനെത്ര തണുപ്പിച്ചോ ആയിക്കോട്ടെ, തണുപ്പിച്ചാലും അത് കല്ലിൻ്റെ അവസ്ഥയിൽ തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സൊക്കെ മാറ്റപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ മനസ്സ് കരിങ്കല്ലിന് തുല്യമാണ്. അപ്പോൾ ആ മനസ്സിനെ മാറ്റപ്പെടുവാനുള്ള അവസ്ഥയായ ജലത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ജലത്താൽ നിങ്ങൾ സ്നാനപ്പെടണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാറ്റപ്പെടുവാനുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരിക. മാറ്റം നമുക്ക് നമ്മളാൽ വിചാരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. നേരെ എന്താ പറയുക, എനിക്ക് എൻ്റെ ശക്തിയാൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല മാറ്റം. അത് തരുന്നതാണ് യേശു. നീ ജലത്തിൻ്റെ അവസ്ഥയിലാണെന്ന്, ഞാൻ ജലത്തിൻ്റെ അവസ്ഥയിലാണെന്ന് ഞാൻ എൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ മാറ്റം യേശു ക്രിസ്തു നമുക്ക് തരും. അതാണ് ആ വചനത്തിൻ്റെ ജലത്താലും ആത്മാവിനാൽ സ്നാനപ്പെടണം എങ്കിൽ മാത്രമേ നമ്മൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് യേശു പറയാണ്, മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് എന്ന് പറഞ്ഞാൽ, നിലവിൽ നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ജനനം മാംസത്തിൽ നിന്നുള്ളൊരു ജനനമാണ്. എന്നാൽ നമ്മളിൽ ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. അപ്പോൾ നമ്മൾ ഈ ജനിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലോകം എന്ന് പറഞ്ഞാൽ തിന്മ നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ്. ഈ ലോകത്തിൽ പല ജഡികാസക്തികളും കാര്യങ്ങളും എല്ലാം തിന്മയുടേതായ ഒരു ലോകമാണ്. ഈ ലോകത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു ആത്മീയ മനുഷ്യനായി നമ്മൾ ജീവിക്കണം. അതിന് നമുക്ക് ഒരു അനുതാപവും ഈ പറഞ്ഞ ജലത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിൽ എന്താണ് തിന്മ, എന്താണ് നന്മ എന്ന് നമുക്ക് തിരിച്ചറിയുകയും അത് നമ്മളെ ഒരു ആത്മീയ തലത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. അപ്പോൾ മാംസത്തിൽ നിന്ന് ജനിക്കുന്ന മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. അപ്പോൾ ഞാൻ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിസ്മയിക്കേണ്ട. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, അത് എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിച്ച ഏവനും. അപ്പോൾ ആത്മാവിൽ ഒരുത്തൻ ജനിച്ചു, അത് നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് യേശു നമ്മളോട് പറയുകയാണ്, കാണിച്ചു തരികയാണ്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, അത് എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിച്ച ഏവനുമെന്ന്. നമുക്ക് കാറ്റിൻ്റെ ഒരു ഉദാഹരണം മാറ്റി കറണ്ടിനെ ഒരു ഉദാഹരണത്തിലേക്ക് കൊണ്ടുവന്ന് കഴിയാലോ. കാറ്റും കറണ്ടൊക്കെ ഏകദേശം ഒരു സെയിം ആണല്ലോ. കാറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, അതിൻ്റെ പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെയാണ് കറണ്ടിൻ്റെ കാര്യം. കറണ്ടിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല, അതിൻ്റെ പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇപ്പോൾ കാറ്റ് നമ്മളൊരു ചെറുതായിട്ട് ഒരു ഇലകൾ അനങ്ങുകയാണെങ്കിൽ നമ്മൾ പറയും ചെറിയൊരു കാറ്റ് വീശുന്നു. അതേസമയം
വലിയ തോതിൽ ഇലകൾ അനങ്ങി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡുള്ള അല്ലെങ്കിൽ നല്ല കാറ്റാണെന്ന് പറയും. ഇനിയിപ്പോൾ മരങ്ങളൊക്കെ കടപുഴകി വീഴുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മൾ പറയുമോ നല്ല കൊടുങ്കാറ്റാണ്, ചുഴലിക്കാറ്റാണെന്നൊക്കെ പറഞ്ഞ കാറ്റുകൾ നമ്മൾ തരംതിരിക്കുന്നു എന്ന് പറഞ്ഞ കൂട്ട് തന്നെ. അപ്പോൾ അതിൻ്റെ പ്രവൃത്തിയിലൂടെ നമ്മൾ കാറ്റിനെ മനസ്സിലാക്കുന്നു. ഇപ്പോൾ നമ്മൾ കറണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, കറണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഫാൻ കറങ്ങുകയാണെങ്കിൽ നമ്മൾ പറയും കറണ്ട് ഉണ്ട്. കറണ്ടിന് തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് കറണ്ട്. അത് എന്ത് ഉപകരണമാണ് പ്രവർത്തിക്കുന്നത്, ആ ഉപകരണം പ്രവർത്തിച്ചെന്ന് പറയും. ആ കറണ്ട് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ചെയ്ത് കഴിയുമ്പോൾ പറയും കറണ്ട് ഉണ്ടെന്ന് പറയും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. അപ്പോൾ കറണ്ടിൻ്റെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ ഉപകരണം അവിടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ കറണ്ടിനെ കാണാതെ തന്നെ, നഗ്ന നേത്രങ്ങളാൽ കാണാതെ തന്നെ നമ്മൾ അതിൻ്റെ പ്രവർത്തനത്തിലൂടെ നമ്മൾ പറയുന്നു കറണ്ട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഈ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചൊരു മനുഷ്യൻ നമ്മൾ ഇന്നലെ കണ്ടവനായിരിക്കില്ല ഇന്ന്. അവനിൽ നമ്മൾ മാറ്റങ്ങൾ കാണും. ഇന്നലെ നമ്മൾ തന്നെ കാണുന്നവർ പറയും, കാണുന്നവർ നമ്മളെ നോക്കി പറയും ഇന്നലെ കണ്ട ബൈജു അല്ലല്ലോ, അല്ലെങ്കിൽ ഇന്നലെ കണ്ട ഓരോരുത്തരുടെ പേര് വെച്ചിട്ട് നിങ്ങളല്ലല്ലോ ഇന്ന് കാണുന്നത്, അവന് വളരെയധികം മാറ്റം സംഭവിച്ചിരിക്കുന്നു, അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ, ഇന്നലെ കണ്ട ഞാനല്ല ഇന്ന് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്നിലൊരു ആത്മീയ പരിവർത്തനം സംഭവിച്ചിരിക്കണം. അതാണ് യേശു പറയുന്നത്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അപ്പോൾ അതിൽ ശബ്ദം കേൾക്കുന്നു, അത് എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ഇന്നലെ കണ്ട ഞാനല്ല ഇന്ന് എന്ന് മറ്റുള്ളവർ എന്നെ നോക്കി പറയുന്നൊരവസ്ഥയാണ് ഈ ആത്മാവിൽ ജനിച്ച ഒരു പരിവർത്തനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയറായി എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇത് ഒരു വ്യത്യസ്തമായ ചിന്താഗതിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്നെ അറിയിക്കുകയാണെങ്കിൽ ഇത് നന്നായി എന്നോ മോശമായി എന്താ നിങ്ങൾക്ക് കിട്ടിയ ഒരു അഭിപ്രായം, നിങ്ങൾക്ക് തോന്നിയ ഒരു അഭിപ്രായം എന്നെ അറിയിക്കുകയാണെങ്കിൽ എനിക്കതൊരു മറ്റു ഭാഗങ്ങളിലേക്ക് കൂടുതൽ പോകുവാനുള്ളൊരു മോട്ടിവേഷനായിരിക്കും. ഇനിയും എൻ്റെ ഈ നോയമ്പിൽ കുറച്ച് ടോക്കുകൾ കൂടി ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരൻ്റെ കൃപ ഞാൻ യാചിക്കുന്നു. ശരി കേട്ടോ, നിർത്തട്ടെ. ജയ് ക്രൈസ്റ്റ്.